സോ പ്രേംകുമാറിൻ്റെ മീയഴകൻ, പ്രേംകുമാറിൻ്റെ മീയഴകൻ, കാർത്തി അരവിന്ദസ്വാമി, പിന്നെ ശ്രീദിവ്യ, അങ്ങനെ വളരെ കുറച്ച് രാജ്കിരൺ, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പടത്തിൽ. എന്ത് തോന്നുന്നു? പടം ഭയങ്കര ഒരു ഫീൽ തന്നൊരു പടമാണ്. അതിപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ കുറേ നാളായിട്ട് മിണ്ടായിരിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും കുടുംബത്തിലൊക്കെ. അപ്പോൾ ഈ ഫംഗ്ഷനായിരിക്കും നമ്മൾ കൂടുതലും മിങ്കിളാകുന്നത്. പക്ഷേ ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും. പക്ഷേ ആ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു മിങ്കിൾ അല്ലെങ്കിൽ ആ ഒരു അവരായിട്ടുള്ള അടുപ്പം അത് ഓർത്തു വെക്കാൻ ഒരുപാട് സംഭവം കാണും. അതേപോലെയാണ് ഈ പടം. ഈ പടത്തിനകത്തും മറ്റേ ഓർത്തു വെക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സുകളുണ്ട് നല്ലപോലെ. അതുപോലെ നമുക്ക് നമ്മളെയൊക്കെ വിട്ടുപോയ കുറച്ച് എന്താ പറയുക ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്നുണ്ട് പടം പല ഭാഗത്തും. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. ഈ പടം ആക്ച്വലി നമ്മൾ ലൈഫിൽ നമ്മൾ സന്തോഷിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് ഒരുപാട് ചെറിയ മൊമെൻറ്റ്സാണ്. ഈ വലിയ പരിപാടികളല്ല. ചിലപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ ചിലപ്പം പിന്നീട് മറന്നെങ്കിലും ആ ഫംഗ്ഷനിൽ ചിലപ്പോൾ കണ്ടുമുട്ടിയ ഒരാൾ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു കുഞ്ഞി മൊമെൻറ്റിൽ കുറേ നേരം ഇങ്ങനെ സ്റ്റേ ചെയ്യും. അത് നമുക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു സിനിമയാവേണ്ടതാണോ അല്ല എന്നുള്ളതല്ല, അതൊരു ലൈഫ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത പോലെ ഒരു ചെറിയ മൊമെൻറ്റിൽ രണ്ടുപേരും സംസാരിക്കുന്നത് അതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെയാണ് തോന്നിയത്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ 96 നമ്മൾ കണ്ട ഒരു രണ്ടുപേര് കണ്ടുമുട്ടുന്ന മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ നൈറ്റാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഇതിലും സിമിലർ അതേ വൈബിൽ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രക്ചർ ആയാലും ഒരാൾ തിരിച്ച് അയാളുടെ ഒരു പാസ്റ്റിലേക്ക് പോകുന്നു, അവിടെ അയാൾ മിസ് ചെയ്ത വലിയൊരു എലമെൻറ്റിനെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ് ഇതിലും വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ലൈഫിൽ നമ്മൾ വലിയ കാര്യം വെക്കാത്ത ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് മറ്റൊരാളുടെ ലൈഫിൽ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും. പാതി വഴിക്ക് വിട്ടുപോകും. അത് മറ്റൊരാളുടെ ലൈഫിൽ എങ്ങനെ അവരതിനെ എടുക്കുന്നു, അത് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അത് അവരുടെ ലൈഫിൽ തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ തിരിച്ചറിയത്തില്ല. പക്ഷെ അത് ഇതിനകത്ത് അത് തിരിച്ചറിയാനുള്ളൊരു അവസരം ഒരാൾക്ക് ഉണ്ടാകുന്ന പോലെയാണ്. അപ്പം ഞാനത് ചെയ്തത് അത്ര വലിയ കാര്യമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും. അത് മറ്റൊരു വ്യക്തിയിലൂടെ നമ്മൾ അറിയുകയാണ് നമ്മളാണത്. ഇതിനകത്ത് അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷെ ഇതിനകത്തൂടെ നമ്മൾ ചെയ്യുന്ന ചില കാര്യം ചിലപ്പം വേറൊരു ജീവിതത്തിൽ ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കാം. അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് ചിന്തിക്കുന്നൊരു സിനിമയാണ്. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഇതൊരു 2 മണിക്കൂർ 57 മിനിറ്റോളം ഉണ്ട് പടത്തിൻ്റെ ഡ്യൂറേഷൻ. പക്ഷേ എനിക്കിതിങ്ങനെ ആ വേൾഡിനകത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മുടെ അരവിന്ദസ്വാമി ആ നാട്ടിലേക്ക് വരുന്നു, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ കൂടെ സഞ്ചരിക്കണം. അയാൾ കണ്ടുമുട്ടുന്ന ആൾക്കാരും പിന്നെ കാർത്തിയുടെ ക്യാരക്ടർ വരുന്നു. ഇവർ രണ്ടുപേരും എവിടെ വഴിയൊക്കെ പോകുന്നു ആ വഴിയിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇവരുടെ കോൺവെർസേഷനാണ് കൂടുതലും സിനിമയിൽ. അപ്പോൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കാനും കുറേ നല്ല രസമാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ ഇതൊരു ഫിലിമിന്റെ സ്ട്രക്ചറിലല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നോവലായിട്ട് എഴുതിയതാണ്, പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകമായിട്ട് എഴുതിയതാണ്. പിന്നീട് അത് എല്ലാവരും പറഞ്ഞു ഇത് സിനിമയാക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഫിലിമിന്റെ സ്ട്രക്ചറിലേക്ക് എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾക്ക് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒരുപാട് പേര് പറയുന്ന ഒരു സംഗതി ഈ സിനിമ കാണുമ്പോഴും കിട്ടും. നമ്മളിങ്ങനെ പേജ് മറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. രണ്ടുപേര് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു മൊമെന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സിനിമ കാണുമ്പോഴും അത് ഇവരിപ്പോൾ ഒരു രാത്രിയിൽ ഇപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിനും തമ്മിൽ ഒരാൾക്ക് ഈ നാട്ടിലെത്തിയിട്ട് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ പഴയ ഓർമ്മകളിലേക്കും അല്ലെ പണ്ടുണ്ടായ അതേ ആ ഒരു അവസ്ഥയിലേക്കും വീണ്ടും പുള്ളിയുടെ മാനസികമായി അങ്ങനെ സഞ്ചരിക്കുമെന്ന് തോന്നുന്നുകൊണ്ട് പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ പുള്ളിയെ തിരിച്ചു വിടാതെ അല്ലെങ്കിൽ പുള്ളിയെ ആ സമയത്ത് അവിടെ പുള്ളി മീറ്റ് ചെയ്യുന്ന ഒരാൾ, ആ ആളുടെ പേര് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരിങ്ങനൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ബിൽഡായി വരുമ്പോൾ പോലും നമ്മൾ ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ പേര് നമുക്കറിയില്ല. പക്ഷെ അത് അറിയത്തില്ലെന്ന് പുള്ളിയോട് പറയാനുള്ള ഒരു ഭയം. അതെ, നമ്മൾക്ക് അങ്ങനെ പേര് ചോദിക്കാൻ, അതായത് എല്ലാം ഓക്കെ എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിക്കാനുള്ളൊരു മടിയുണ്ടാകും. കാരണം നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്ര നാളായിട്ട് അറിയാവുന്ന ഒരാൾ ആളോട് നമ്മൾ അയാളുടെ പേര് മറന്നുപോയി, നമ്മൾ അയാളുടെ പേരെന്താണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവരത് ഭയങ്കരമായിട്ട് ഇമോഷണലി അവർക്ക് ചിലപ്പോൾ ബാധിക്കും. അല്ല, ഈ പറയുന്ന പോലെ ഇപ്പോൾ 20 വർഷം മുമ്പ് ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞ ബന്ധുക്കളെ ഇറക്കി വിടുവാണ് പുള്ളി. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇറക്കി വിട്ടിട്ടും പുള്ളിയുടെ മനസ്സിൽ നിന്ന് ആ വീട് വന്ന ആളും പോയിട്ടില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒരു പേരും അറിയാത്ത ഒരാളാണ് പുള്ളിയെ സ്വന്തമായിട്ട്, അതായത് സ്വന്തം ബന്ധുക്കൾ തന്നെ സ്വത്തിന് വേണ്ടി പുള്ളി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പുള്ളി അങ്ങനെ ആ നാട് വിട്ട് വേറെ നാട്ടിൽ പോകുന്നു.
പിന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ പുള്ളിക്ക് ആ നാട്ടിൽ ഏറ്റവും വലിയ ബന്ധമായിട്ട് തോന്നുന്നു ഊരും പേരും അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കും കാർത്തിയുടെ കൂടെ കുറച്ചു നേരം കൂടെ നിൽക്കുക എന്ന് പറയാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെയൊരു റിലേഷൻ അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്. അതെ, അതായത് ഇവരിങ്ങനെ ഇൻട്രോയിൽ പോയിന്റ് ഇദ്ദേഹം തിരിച്ചു പോകാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരിക്കലും ഇവർ തിരിച്ചു പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണ് ആ സിനിമ. ഞാൻ ആഗ്രഹിച്ച അടുത്ത ദിവസം പുള്ളി ആ കല്യാണം കൂടിയിട്ട് വേണം പോകാൻ എന്നാ ഞാൻ ആഗ്രഹിച്ചത്. അതെ അതെ അതെ. എനിക്ക് കുറച്ച് നേരം കൂടി എനിക്ക് ഈ പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കുറച്ചുകൂടെ നേരം കഴിഞ്ഞ് കുറച്ചുകൂടെ നേരം പോകണം ഇത് എന്നിങ്ങനെ തോന്നിയായിരുന്നു. കാര്യം ഇത് ഓക്കെ 2-2.5 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കുറച്ചുകൂടെ നേരെ ഈ സിനിമ പോയാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നിയില്ല. അതായത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത് നെഗറ്റീവ് എന്നല്ല, എനിക്ക് ഈ പോർഷനിൽ എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിയൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇവർ ഈ ജല്ലിക്കെട്ടിനെ പറ്റിയും പിന്നെ ഇവർ മറ്റേ പഴയ ചോളന്മാരുടെയും അവരുടെ കഥകൾ പറഞ്ഞ ആ പോയിന്റിൽ ബേസിക്കലി ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇവരുടെ പഴയ കാര്യങ്ങളും ഇതും പറഞ്ഞ് രണ്ടുപേരും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കുറച്ച് ഇതുണ്ടായിരുന്നു. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ നേരം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ കാര്യം ഇവരെ പറ്റി അറിയാമായിരുന്നു നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് പ്രേംകുമാർ സിനിമകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റേ 96 ഇതുപോലത്തെ ഒരു പോർഷൻസ് ഉണ്ട്. അവരുടെ പേഴ്സണലിൽ വിട്ട് കുറച്ച് സംസാരിക്കുന്നത്. അപ്പം പുള്ളി ഇത്രയും പേഴ്സണലി നമ്മളെ അവരുമായിട്ട് അറ്റാച്ച് ചെയ്യിക്കുന്നത് തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഫിലോസഫി പൊതുവെ സിനിമയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഈ ഫിലോസഫി സംസാരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നസെൻസിലൂടെയാണ്. അപ്പം കാർത്തിയുടെ ക്യാരക്ടർ ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അപ്പോൾ പുള്ളി അത് സംസാരിക്കുമ്പോൾ പുള്ളിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് വെള്ളമടിച്ചിട്ട് സംസാരിക്കണം. അപ്പം അതിലൂടെ പുള്ളി കുറച്ച് ഫിലോസഫി പറയുകയാണ്. അപ്പോൾ അതായത് ഇപ്പം തമിഴ് കൾച്ചറും ട്രഡീഷനും പയ്യെ പയ്യെ മാറുകയാണ്. ആ റൂട്ടഡ്നെസ് പയ്യെ പയ്യെ ഇല്ലാതാവുകയാണ്. അപ്പം അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കാർത്തി ആയിരിക്കണം. എന്നാലേ നമ്മളത് കേട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുള്ളി ബിൽഡ് ചെയ്തതാണ് കാർത്തിയെ. നമ്മൾ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് കാർത്തിയെ ഭയങ്കര ലവബിളാണ്. പുള്ളി പറയുന്നത് കേട്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി രസമാണ് കണ്ടോണ്ടിരിക്കാൻ. പുള്ളിയിലൂടെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പുള്ളി പ്രസന്റ് ചെയ്യണം. അപ്പം ആ കാര്യം പുള്ളിക്ക് പറയണം. പക്ഷെ അത് എങ്ങനെ ഇത് ക്രിഞ്ചാവാതെ അല്ലെങ്കിൽ പുള്ളി വിരക്തി ഒരുപാട് നേരം കഴിയുമ്പോൾ നമ്മൾ കട്ടാവത്തില്ല. ഇത് നമുക്കറിയാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക് അത് ഫോളോ ചെയ്യാത്തതുകൊണ്ടോ അങ്ങനെ അതുകൊണ്ട് നമുക്കത് കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ച് കുറയും. ആ ജല്ലിക്കെട്ട് ഞാൻ കുറച്ചുകൂടെ ഫോളോ ചെയ്തായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ വേറൊരു സമരമുണ്ട്. അപ്പം ആ സമരം ഞാൻ കേട്ടിട്ടില്ലാത്തോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തോ ആയതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഈ ലൈവ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ മിസ് ചെയ്തു. അതായത് ഇവരിങ്ങനെ ഭയങ്കര പുള്ളിയുടെ സ്ലാങ് ഇവർ പറയുന്നത് തഞ്ചാവൂർ ഏരിയയിലാണ് ആക്ച്വലി ഇപ്പോഴും കുറെ കൂടെ പ്യുവർ തമിഴ് ഫോളോ ചെയ്യുന്നത്. അപ്പം അത് ആ ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഡയറക്ടറിന് ഈ തമിഴ് റൂട്ട്സിലേക്കുള്ള ഒരു ഈ നേരത്തെ പറഞ്ഞ ബാക്ക് ടു റൂട്ട്സ് അത് തന്നെ ആ ക്യാരക്ടർ തന്നെ അങ്ങനെ എൻ്റെ തിരിച്ച് പുള്ളിയുടെ പഴയ വീട്ടിലേക്ക് അല്ലെ പഴയ നാട്ടിലേക്ക് എത്തുന്ന ആ ലൈനിലല്ലേ സിനിമ തുടങ്ങുന്നത്. അതെ അതെ. അപ്പോൾ അത് ഇതിനകത്ത് എല്ലാവരുടെയും പേരുകൾക്ക് തന്നെ ഭയങ്കര അതെ അതെ. അത് വേറെ കാര്യം അരുൺമൊഴി എന്ന് പറയുന്ന ആരാണ് ബേസിക്കലി അതായത് ഇവരുടെ അതുപോലെ തന്നെ ഈ മണ്ഡപം ഉണ്ടല്ലോ കല്യാണ മണ്ഡപത്തിൽ ഒരു ചോള അങ്ങനെ സംഭവം പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഈ റൂട്ട്സ് വെച്ചിട്ടാണ് പുള്ളി ഓരോ ചെറിയ എലമെന്റ്സും ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ പടം തുടങ്ങുന്നത് തന്നെ ആ മെയിൻ ഒരു അമ്പലത്തിന്റെ വിളക്കണച്ച് വാതിലടയ്ക്കുന്ന, അതായത് പടം തുടങ്ങുന്ന കുറച്ച് ഇമോഷണലി കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ് ആ നായകൻ്റെ ലൈഫിൽ. അതിൻ്റെ പുറത്ത് കിടക്കുക നായകൻ. അപ്പം വിളക്കണച്ച് അമ്പലം അടയ്ക്കുന്നതോടുകൂടിയാണ് നായകൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചധികം ഡീപ്ലി നെഗറ്റീവ് ഒരു സംഭവത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഇമോഷണലി കുറച്ച് ബാധിക്കപ്പെട്ട ഒരു നായകൻ്റെ കഥയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റേ സോങ് കമലഹാസൻ പാടിയ സോങ്ങിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലിറിക്സും കുറേ 90s ലിറിക്സ് ഒക്കെ ഭയങ്കര രസമായി. സോങ് ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി പിടിച്ചിരുന്നുണ്ട്. പാട്ട് ലാസ്റ്റ് ഭയങ്കരമാണ്. അത് പുള്ളിയുടെ വോയിസിൽ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര വേദന അതുണ്ടാക്കാൻ ഭയങ്കരമായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് വർക്ക് ആവേണ്ടതല്ലല്ലോ എന്ന് തോന്നുമെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഒരാൾ വന്നിരുന്ന് സവാള അരിയുന്നുണ്ടായിരുന്നു. അതെ അതെ. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചെറിയ വിഷമം ഉണ്ടാവും. എനിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു ചെറിയ വിഷമം തോന്നിയായിരുന്നു. ഒരു സീൻ കുറച്ച് മെലോ ഡ്രാമാറ്റിക് ആണ്, മറ്റേ അനിയത്തിയുടെ. പക്ഷെ എന്നാലും അത് നമ്മളിങ്ങനെ അതിന്റെ ഫ്ലോ അല്ലല്ലോ, ആ സീൻ മെലോ ഡ്രാമാറ്റിക് ആണെങ്കിൽ പോലും ആ സീനിന്റെ ഒരു ലെങ്ത് ഉണ്ടല്ലോ. അതായത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന അത് അത്ര നേരം ഞാൻ ശരിക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എനിക്കത് കണ്ടുകൊണ്ടിരുന്നപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് കഴിഞ്ഞ് പുള്ളി കരയുമ്പം
അതൊരു ശരിക്കും ആ ക്യാരക്ടറിൻ്റെ ആ ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന പോലെ ഉണ്ട്. 2-3 ഏരിയാസ് ഉണ്ട് അങ്ങനെ. അതായത് ആ സീൻ ഇതേപോലെ നമ്മൾ ഇരുത്തിയിട്ട് ആ സീനിൽ ഇങ്ങനെ ഇൻഡൾജ് ചെയ്യുവാണ്. അതൊക്കെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ അതിങ്ങനെ പോകേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് നമ്മൾ ഇരിക്കും, ഈ ഒരു മൊമെന്റ് നിങ്ങൾ ഇരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ ആസ്വദിക്കേണ്ട കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എന്ന രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ചിരിക്കും. അതായത് ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഈ 10 മിനിറ്റ് കൂടുമ്പോൾ ഹൈ വരികയോ അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ഓടിപ്പോയി പെട്ടെന്ന് കഥ പറഞ്ഞ് നിർത്തിച്ച് പോകുന്ന ഒരു ധൃതിയില്ല. ഈ പടം സ്ലോ ആണെന്നല്ല, ഇതിൻ്റെ പേസ് ഇങ്ങനെയാണ്. ഇതിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കാരണം ഇത് നിങ്ങൾ സ്പീഡിൽ ഈ സിനിമ പോയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഫീലിംഗും ഉണ്ടാവത്തില്ല. നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് ഇങ്ങനെ വളരെ ജെന്യൂനായിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പം കാണാൻ പറ്റുന്നത്. അത് വേറൊരാളെ ഇങ്ങനെ കാണുവാണ് നമ്മൾ. അയാൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ഒരാളാണ്, എങ്ങനെയാണ് അയാളുടെ നാട്ടിൽ വരുമ്പോൾ അയാളുടെ ഇമോഷൻസ് എങ്ങനെ, അത് വളരെ ജെന്യൂനായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നൊരു ഫീല് ഈ പടത്തിനുണ്ട്. ഇപ്പം ഇവർ പറഞ്ഞതാണ്, ഈ ക്യാമറ വർക്ക് പോലും ഒരു തരത്തിലുള്ളൊരു ഗിമ്മിക്കൽ അല്ലെങ്കിൽ ഒരു ട്രോളി ഷോട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് ഇത് സിനിമയല്ലേടാ എന്ന് തോന്നത്തക്ക രീതിയിലുള്ളത് കൊണ്ട് എല്ലാം വളരെ ലോക്ക്ഡ് ഓഫ് ഷോട്ട്സ്. ഇതുവരെ നമ്മളൊരിടത്ത് നിന്ന് അയാളെന്തോ ചെയ്യുന്നത് നോക്കുക, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള ആ ഒരു ലൈനിലാണ്. വളരെ ലോക്ക്ഡ് ഓഫ് ഷോട്ട്സും വളരെ ബേസിക് ക്ലാസിക് ഫിലിം മേക്കിംഗ്. മറ്റേ ഇങ്ങനെ ഒരാൾ പാട്ട് പാടുകയാണെങ്കിൽ അത് വെക്കുക, അയാളുടെ പാട്ട് മുഴുമിപ്പിക്കുക, പാട്ടൊക്കെ ഓടിക്കട, ആ ഒരു ലൈനില്ല. എസ്പെഷ്യലി സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്താണെന്ന് അറിഞ്ഞാൽ ഇതിൽ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ എങ്ങനെ ഒരു സിനിമയാണ്. അത് അറിഞ്ഞിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ചെന്നാൽ ട്രെയിലർ കണ്ട് നമുക്ക് കിട്ടിയ ഫീൽ സിനിമയ്ക്കും ഉണ്ട്. കണ്ടിന്യൂസ് ആയിരുന്നു. ടീസർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു, സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. എന്നാലും പലർക്കും ഉള്ളൊരു സംഭവം ഈ ഒരു ദൈർഘ്യമായിരിക്കും. ദൈർഘ്യം നമുക്കും തോന്നി. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പ് ആക്കാരെന്ന് തോന്നി. എന്നാലും നമ്മൾ ആ ഫീൽ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ പടം എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വീണ്ടും ഈ പറയുന്ന വലിഞ്ഞൊന്നല്ല, എന്നാലും ഒരു ഇച്ചിരി ലെങ്ത് ആയിട്ട് ഫീൽ ചെയ്തൊരു പോർഷൻ ഉണ്ട്. അതായത് സിനിമയ്ക്ക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഫിലോസഫി പറയാനെടുക്കുന്നൊരു സമയം. ആ സമയമാണ് നമ്മളൊരു ഇച്ചിരി ഡിറ്റാച്ച്ഡ് ആവുന്നത്. എന്നാലും ആ ക്യാരക്ടേഴ്സിലേക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് വെച്ച് നമ്മളവിടെ ഇരിക്കും. പിന്നെയും തിരിച്ച് വന്നിട്ട് കുറച്ച് രസകരമായിട്ടും കുറച്ച് പോസിറ്റീവായിട്ടുമാണ് പടം എൻഡ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് മുമ്പ് പടം എൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഒരു 96-ന്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ 20 മിനിറ്റ് മുമ്പ് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ട്. അപ്പം അവിടെ പടം അവസാനിക്കും എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ അത് വളരെ ഹാപ്പി ആയാണ്. പിന്നെ ഒരു 20 മിനിറ്റ് എടുത്ത് ഇതൊരു ഇച്ചിരി ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ അതിന് മുമ്പായിരുന്നെങ്കിൽ കുറച്ചൊരു അയാൾ വന്നു ഒരു പേരും ഒരു അറിയാത്ത ഒരാളെ കൊണ്ട് ഈ നാട്ടിലൊരു ബന്ധം സ്ഥാപിക്കുന്നു. അതായത് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പോയ ഒരാൾക്ക് ഒരു പേരും ഊരും ഇല്ലാത്ത ഒരാൾ ഒരു ബന്ധമായിട്ട് വരുന്നു. എന്നിട്ട് അയാളെ ആ പേര് അറിയാതെ തന്നെ പുള്ളി ആ നാട്ടിൽ നിന്ന് വിടുവാണ്. അപ്പൊ അങ്ങനെ എൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ആ ഓർമ്മകളായിട്ട് എൻഡ് ചെയ്യാം. പക്ഷെ അതല്ലാതെ അത് വേറൊരു നല്ല രീതിയിൽ തന്നെ ഒരു അത് എനിക്ക് ഒന്ന് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇത് നമ്മൾ ആലോചിക്കും എന്താണ് അയാളുടെ പേര്, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. ക്യൂരിയോസിറ്റി അല്ല, നമുക്ക് അറിഞ്ഞാൽ നമുക്ക് സന്തോഷവും. എനിക്കിത് ഇങ്ങനെ ഇവർ രണ്ടും സംസാരിക്കുന്നില്ലേ, എസ്പെഷ്യലി ഫോൺ കോൾ. ഈ സിനിമയിൽ ഇവർ ഫോൺ കോളിൽ 2 ഫോൺ കോൾ, ഈ 2 ഫോൺ കോളിനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന രണ്ടുപേരും ഇതുപോലെ ഈ കസിൻസ് ആണ്. ഈ മറ്റേ അത്താന്ന് വിളിച്ചുകൊണ്ടാണ് മറ്റേ രാജ് കിരൺ സംസാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ അരവിന്ദ് സ്വാമിയോട് കാർ സംസാരിക്കുന്നത്. അതെ, ഈ പറയുന്ന പോലെ ഈ ട്രഡീഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ റിലേഷൻഷിപ്സിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ഈ ന്യൂക്ലിയർ ഫാമിലീസും സിറ്റി ലൈഫും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. റിലേറ്റീവ്സിനെയൊക്കെ കുറച്ച് ശത്രുക്കളായിട്ട് ആണ് കാണുന്നത്. അതിന് റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ആ റിലേഷൻഷിപ്പ് എന്ന സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇപ്പം അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു സിനിക്കായി മാറി. നഗരത്തിൽ ചെന്നപ്പോൾ ഭയങ്കര ഒരു വിരക്തിയോടുകൂടി എല്ലാത്തിനും വലിയ സംസാരം. പുള്ളിക്ക് ആക്ച്വലി ഈ കല്യാണത്തോട് വരാൻ താല്പര്യമില്ല. ഒരുങ്ങി ഇറങ്ങുമ്പോൾ പോലും പുള്ളി വാതിൽ വന്നിട്ട് പോണോ വേണ്ടോ. മെയിൻ റീസൺ ഈ ബന്ധുക്കളെ കാണണമെന്നുള്ളതാണ്. അത് നമുക്ക് ഫീൽഡ് ഫേസ് ചെയ്യണം. ഇവരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അങ്ങോട്ട് പോകാൻ. പക്ഷെ അഭിപ്രായം മാറുവാണ്. ഈ ബന്ധുക്കൾ എനിക്ക് ഫേസ് ചെയ്യണം എന്നതല്ലാതെ എനിക്കവരെ കാണണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം, ബന്ധുക്കൾ എങ്ങനെ ആവണം എന്നുള്ളൊരു ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നൊരു സിനിമയാണ്. തിരിച്ച് നമുക്കും തോന്നാം കാർത്തിയെ കാണാനെങ്കിൽ തിരിച്ച നാട്ടിലേക്ക് പോകും. പിന്നെ പ്രേംകുമാറിനെ പറ്റി നമ്മൾ ആക്ച്വലി ടീസർ ട്രെയിലറും കണ്ട് പറയാത്തൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് പ്രേംകുമാറിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണ് ഈ നടുവെല്ലാം കൊഞ്ചം പക്കത്ത് കാണുമെന്ന് പറഞ്ഞാൽ അത് ആ സിനിമയുടെ ക്യാമറമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് എടുത്ത സിനിമയായിരുന്നു അത്. വിജയ് സേതുപതിയാണ് നായകനായിട്ട് അഭിനയിച്ചിരുന്നത്.
അപ്പോൾ ആ പടത്തിൽ വിജയസൂര്യ ക്യാരക്ടറിന് സംഭവിക്കുന്ന അതേ ഇൻസിഡൻറ്റ്, അതായത് റിട്രോഗ്രേഡ് അമ്നീഷ്യ അങ്ങനെ കണ്ടായിരുന്നു ആ കണ്ടീഷൻ്റെ പേര്. പുള്ളിക്ക് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ കൊണ്ടിട്ട് പെട്ടെന്ന് മറന്നു പോകുമ്പോൾ പുള്ളിയുടെ കല്യാണമാണ്. അപ്പോൾ ആ എലമെൻറ്റ് റിയലായിട്ട് നടന്ന വ്യക്തിയാണ് ഈ പ്രേംകുമാർ. അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ പ്രേംകുമാർ തന്നെ അതിൻ്റെ ക്യാമറമാനായി മാറി. പിന്നീട് പുള്ളി അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 96 പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത്. അതിന് അല്ലാതെ കുറച്ച് തമിഴ് പടത്തിൽ ക്യാമറമാനായിട്ട് തന്നെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഈ ഡയറക്റ്റ് ചെയ്ത പുള്ളിയുടെ ഫസ്റ്റ് പടമായ 96 ഈ മെയ്യഴകനിലും പുള്ളിയുടെ എന്താ പറയുക ഒരു സിനിമോട്ടോഗ്രാഫർ, പുള്ളി ആക്ച്വലി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കൂടെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി, ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ എനിക്ക് കറക്റ്റ് അറിയില്ല. ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരാളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവിടുന്ന് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ എല്ലാത്തിലും ഈ എസ്പെഷ്യലി ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ തത്ത ഇങ്ങനെ ഓരോ മൃഗങ്ങളുടെ കുറേ പോർഷൻസ് സിനിമയിൽ അങ്ങനെ ഒരു ശരിക്കുള്ള ഒരു ക്യാരക്ടർ, ആ തത്തയുടെ ക്യാരക്ടറായിട്ട് ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ചെന്നൈയിൽ എങ്ങാണ്ടുണ്ട്. നമ്മൾ അതിന്റെ ഡോക്യുമെന്ററീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ? അല്ല, അത് ആക്ച്വലി സിനിമയിൽ തന്നെ ഈ മറ്റു ജീവികളെ അവതരിപ്പിക്കുന്ന കാണിക്കുന്നത് റിലേറ്റബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് സിനിമ ത്രൂ ഔട്ട് പട്ടി, പൂച്ച, മറ്റേ കാളയെ വെച്ചിരിക്കുന്ന തന്നെ ജല്ലിക്കെട്ടിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ അതിനായിട്ട് ജല്ലിക്കട്ടിനെ കാണുന്നത് മൃഗങ്ങളെ മനുഷ്യനെ ഉപദ്രവിക്കുന്നു എന്നുള്ള ലൈനിലാണ്. പക്ഷെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് മൃഗങ്ങൾ കൂടെ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. അത് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു പ്ലേ ആണ് ജല്ലിക്കെട്ട് എന്ന ലൈനിലാണ് ഇതിനകത്ത് പറഞ്ഞിങ്ങനെ വെക്കുന്നത്. ഒരു തമാശ എന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലൊക്കെ CGI എന്ന് എഴുതി കാണിക്കും. CGI അല്ലെങ്കിൽ പോലും അതെ, അതായത് ഇവര് അതെ അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മേ ബി അങ്ങനെ ആയിരിക്കണം. അതായത് ഈ പറഞ്ഞ ആനിമൽ വെൽഫെയറിൽ നിന്ന് മറ്റേ അങ്ങനെ എന്തോ അങ്ങനെ പറയുമല്ലോ. അതെ, അതിന്റെ അപ്രൂവൽ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണെന്ന് തോന്നുന്നു. ഇപ്പം ഒറിജിനൽ ആനിമൽസിനെ കാണിച്ചാലും അടിയിൽ ഇങ്ങനെ CGI ചിലപ്പം CGI ആയിരിക്കും എന്നവർ വിശ്വസിച്ച് അങ്ങനെയൊക്കെ പോകുമെന്ന് വിചാരിച്ചാണ്. പാമ്പ് CGI ആയിരുന്നു. പക്ഷേ ബുള്ളിനെ കാണിച്ച ഷോർട്സും ഒക്കെ ഒറിജിനൽ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റ് അതിനുവേണ്ടി അല്ലെങ്കിൽ കമ്പോസിറ്റിംഗ് ആയിരിക്കും. 2 ഷോർട്സ് കമ്പോസിറ്റ് ചെയ്തായിരിക്കും. പക്ഷേ ഭയങ്കര റിയൽ ആയിട്ടത് കാണാൻ പറ്റും. റിയൽ എന്നുള്ളതാണ് ഇതിന്റെ സംഭവം. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാം. എനിക്കും അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു സിനിമ കാണുന്ന ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അങ്ങനെ റിലേറ്റ് ആവും അല്ലേ? എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ മിസ് ചെയ്യുന്നല്ലേ നമ്മൾ. അതായത് കുറച്ച് ഈ ന്യൂക്ലിയർ ആയിട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ ബന്ധുക്കളിൽ ഇല്ലാന്നല്ല, നമ്മൾ ബന്ധുക്കളായിട്ട് ഒരുപാട് കോണ്ടാക്ട് വെക്കാറില്ല. ഈ പറയുന്ന പോലെ കല്യാണങ്ങളിലൊക്കെ വല്ലപ്പോഴും കണ്ടാലായി. അതും ഈ പറയുന്ന പോലെ കല്യാണങ്ങളിൽ നമ്മൾ ഈ ഒപ്പിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്ന പോലെ അവിടെ തല കാണിക്കുക, ഹായ് ബൈ പറഞ്ഞിട്ട് തിരിച്ച് ഫുഡ് കഴിക്കുക, തിരിച്ചു. അതിൽ ഉപരി ഒരു റിലേഷൻ അല്ലെങ്കിൽ റിലേറ്റീവ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണ് ആരെങ്കിലുമൊക്കെ ഒരു കുറച്ച് വലിയൊരു ശതമാനം ഓഡിയൻസ് എങ്കിലും ഇനി അതിനെ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കും എന്ന് തോന്നുന്നു. ഒരുപാട് കൺട്രോൾഡ് ആക്ടിങ് ആണ്. ഇപ്പൊ അരവിന്ദ് സ്വാമി ആയാലും ചില സമയത്ത് പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞേടാ ഇത് കമലഹാസന്റെ ഒരു കാലമുള്ള ഒരു കമലഹാസന്റെ ആക്ടിങ് സ്റ്റൈലുണ്ട്. അപ്പൊ അതുമായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു അരവിന്ദ് സ്വാമിയുടെ. ഒരു 10 വർഷം മുമ്പ് കമലഹാസനെ കറക്റ്റ് കമലഹാസന് പറ്റിയ ഒരു റോളാണ് അത്. ശിവത്തിന്റെ ഒരു എനിക്ക് ചുമല ഡ്രസ്സ് ആരും ഇട്ടുകൊണ്ട് വന്ന സമയത്ത് ഫസ്റ്റ് തോന്നി കേട്ടാ അതായിരുന്നു. മറ്റേ അൻപത് മറ്റേ പുള്ളി കൂടുതൽ മെജോറിറ്റി ഉപയോഗിക്കുന്ന റെഡ് ഷർട്ടാണല്ലോ. ഒരു സിറ്റുവേഷനിൽ പുള്ളിയെ കൊണ്ടിടുമ്പോൾ പുള്ളിക്ക് ആ സിറ്റുവേഷനിൽ ഇരിക്കാൻ താല്പര്യമില്ല. ആ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ട് കമലഹാസന്റെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ റോളുകൾ ചെയ്ത ആളാണ്. മറ്റേ കാർത്തിയുടെ വൈഫായിട്ട് വന്ന് ശ്രീദിവ്യ ആക്ച്വലി ശ്രീവിദ്യ കുറഞ്ഞ ശേഷമാണ് ശേഷം. പക്ഷെ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പോഴും ഭയങ്കര രസമുള്ള ഇല്ല ബസ് കണ്ടക്ടറായിട്ട് അഭിനയിച്ച ആള്. അവരെല്ലാരും എല്ലാവരും ഉള്ള സമയം രാജ്കിരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പുള്ളി ഫോൺ ചെയ്യുന്ന ആ ഒരു ഒറ്റ സീനൊക്കെ. പക്ഷെ അത് ഭയങ്കര നമ്മൾ ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞു മൊമെന്റ്സ് എന്ന് പറയുന്ന പോലെ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കൊച്ചു കുറേ സീനുകൾ മൊമെന്റ്സ് ഉണ്ട്. ഒരു ഫോൺ ചെയ്യുന്ന സീനുകൾ, രണ്ടുപേരും സംസാരിക്കുന്നത്, ആ സൈക്കിളിന്റെ കഥ പറയുന്നത്, അതുള്ള ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നത്, ഈ ഗ്രാമത്തിന്റെ പേരെങ്ങനെ ഉണ്ടായിരുന്നു, ചുമ്മാ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. പക്ഷെ അത് നമ്മൾ കേൾക്കുമ്പോൾ പക്ഷേ അത് രസമുണ്ടല്ലോ. അതായത് സിനിമ സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി അരവിന്ദ് സ്വാമിയും കാർത്തിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് സ്റ്റാർട്ട് ടു എൻഡ് വരെ. പക്ഷെ അവിടെ നമുക്ക് ഈ വിഷ്വലി നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണുക അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നമുക്കത് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ത്രൂ ഔട്ട് പടത്തിയ ഒരു സ്മൈൽ ഉണ്ടായിരുന്നു ഫേസിൽ. അതിപ്പോൾ ഈ സ്റ്റാർട്ടിങ് പോലെ ഇപ്പം ആ കല്യാണ മണ്ഡപത്തിൽ വന്നിരിക്കത്തില്ല, അപ്പം തൊട്ട് ഈ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിൽ കുഞ്ഞു ചേഞ്ചസ് ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്ന മൊമെന്റ്സിൽ ഒരു ഫ്ലാഷ് അടിക്കും.
ഒരു ഡയറക്ടർ ഡിസിഷൻ ആയിരിക്കും. അതായത് ആ മൊമെന്റ്സ് ഒക്കെ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ ആ അനിയത്തി കാണുമ്പോൾ ഒരു ഫ്ലാഷ് അടിക്കുന്നു, അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ ചെയ്യും ഭാര്യ. അപ്പം തന്നെ പുള്ളിയുടെ ഭാഷയിൽ ആ നാടൻ ഭാഷ ചോദിക്കും, നിങ്ങളുടെ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഉണ്ടായല്ലോ, നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങളിപ്പോ തന്നെ ഒരു കാരണമായി. അപ്പം ആ ഭാഷ പോലും ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അതായത് കാർത്തിയുടെ ക്യാരക്ടർ കുട്ടിക്കാലത്ത് ഈ നാട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ പറയും നിന്റെ ഭാഷ അവിടെ ചെന്ന് ഉപയോഗിക്കരുത്. അതായത് അത് കുറച്ച് ഉയർന്നവർ ചെറുതായിട്ട് പറഞ്ഞു വന്നു, എന്നാലും നാട്ടിൻപുറത്തും അതിന് രണ്ട് രീതിയാണ്. അത് നീ അത് മാറരുത് എന്ന് അവിടെ ചെന്നൊന്നും പറഞ്ഞേക്കരുത്, അത് പറയരുത്. പക്ഷെ അത് വളരെ ലളിതമായിട്ടും സബ് ടെക്സ്റ്റോടുകൂടിയും ഇതൊക്കെ എങ്ങനെ സിനിമയിൽ പറയാമെന്നുള്ളതിൻ്റെ ഭയങ്കര രസമുള്ള റൈറ്റിംഗ് ആണ്. ആ റൈറ്റിംഗ് പ്രധാനമായിട്ടും ഡയറക്ഷനും. പക്ഷെ ആക്ച്വലി പെർഫോമൻസ് നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാർത്തിയുടെ സ്ഥാനം. അതെ, കാർത്തിയാണ് ഇതിൻ്റെ ലവ് എലമെന്റ്. നമ്മളങ്ങ് പുള്ളി ഇഷ്ടപ്പെട്ടു പോവാണ് കണ്ടോണ്ടിരിക്കുമ്പോൾ. ഒരു നിമിഷം നമുക്ക് അരവിന്ദ് സ്വാമിയോട് ദേഷ്യം പോലും തോന്നും, നീ അവനോട് പറയാതെ പോകരുത് എന്ന് പറഞ്ഞ് നമുക്ക് ദേഷ്യം പോലും തോന്നിപ്പോകും കണ്ടോണ്ടിരിക്കുമ്പോൾ. അവനോടും പെങ്ങളോടും. എനിക്ക് ഏറ്റവും വലിയ ഇത് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവൻ ആ കല്യാണം കൂടണം എന്നുള്ള സാധനം. അത് ശരി. അത് അവിടെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള, ഞാൻ കുറേ നേരം ആ കല്യാണ മണ്ഡലത്തിൽ നിന്ന് കുറച്ചു നേരം കുറേ കൂടെ ആൾക്കാരെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറേ കൂടെ സംഭവം ഉണ്ടാവുമല്ലോ, ഇഷ്ടം പോലെ. നമുക്ക് എന്തോരം ചെയ്യാം. ഇത് സീരീസ് ഒക്കെ ആയിട്ട് അല്ല, നോവലൊക്കെ പോലെ എഴുതിയാൽ എനിക്ക് തോന്നുന്നു അല്ല, ഒരുപാട് വായിക്കാനുള്ള പോലെ. കൈവച്ച് അഭിനയിച്ച ഒരാളുണ്ടായി, മൊബൈൽ ചാർജ് ചെയ്യാൻ കൊടുത്ത ഒരാൾ, അയാൾ ഒരു രസമായിരുന്നു. അവളുടെ ഒരു രണ്ട് ഡയലോഗ് കറക്റ്റ് സാധനം കൊടുത്ത്. കാർത്തി കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഭയങ്കര രസകരമായിട്ടുള്ള റോൾ ചെയ്യുന്നത്. പുള്ളിയെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത കുറെ റോൾസ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ഈ പറഞ്ഞ ഹീറോയിസം അല്ലെങ്കിൽ ആ പരിപാടിയുടെ പുറകെ പുള്ളിവനായി എമോഷണൽ സീനിൽ പോലും പുള്ളി ഭയങ്കര അത് കൺട്രോൾ ചെയ്താ ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ആക്ടിങ് കാരണമാണ് അത് കേട്ടിരിക്കുന്ന പോലും. നമുക്ക് അത് കണക്ട് ആവുന്ന ഒരു രാഷ്ട്രീയ എലമെന്റ് അല്ലെങ്കിൽ പോലും പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളി ആത്മാർത്ഥമായിട്ട് പറയുമ്പം പറയടാ നീ പറയാൻ തീർക്ക്, നീ പറഞ്ഞോ, ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. നമുക്ക് അരവിന്ദ് സ്വാമിയെ പോലെ നമ്മുടെ ഓഡിയൻസ്, അതായത് പുള്ളി പറയുന്നത് അരവിന്ദ് സ്വാമി ആ സിനിമയിൽ ഈ കാർത്തി ഇത്രയും നരേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുക. അദ്ദേഹം കേട്ടിരിക്കുന്ന അതേ അവസ്ഥയിലാണ് നമ്മൾ ഓഡിയൻസും. അരവിന്ദ് സ്വാമി അവസാനം പറയുന്നുണ്ടല്ലോ, അവൻ ഇന്നസെന്റിനെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുക, ഒന്നും മാറരുത്, നീ മാറരുത് എന്ന് പറയുന്നത്. നമുക്കൊന്നും പറ്റുന്നില്ല, പക്ഷെ നീ മാറരുത്, നീ ഇങ്ങനെ ഇരിക്കുക, നമുക്കിങ്ങനെ ആവാൻ കുറെ പാടാണ്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു മ്യൂസിക് ഗോവിന്ദ് വസന്തിന്റെ 96-ന്റെ അത്രയും ഹെവി ഇമ്പാക്ട് ഇല്ല, പാട്ടുകളില്ല അത്രയും. അതായത് മറ്റേ അങ്ങനത്തെ ഒരു ആൽബം അല്ല, ഇതിന്റെ പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, പടം എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത്. പക്ഷെ ആ ഒരു പാട്ടുണ്ടല്ലോ പടത്തിനകത്ത് കട്ട് ചെയ്തിരുന്നു, അത് ഭയങ്കര പവർഫുൾ ആണ്. സോ ലാസ്റ്റ് ഇവൻ ആ തെരുവിൽ കൂടെ പോകുന്ന സമയത്ത് ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സ്റ്റോറി ഉണ്ട്. ആ ലിറിക്സിൽ ഫസ്റ്റ് ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇവൻ ഈ നാട് വിട്ട് വീട് വിട്ട് പോകുന്നതിനെ പറ്റി ബേസ് ചെയ്താണ്. പിന്നെ തിരിച്ച് ഇത് കംപ്ലീറ്റ് ഈ ഇവന്റെ ഈ ഇമോഷണൽ നൊസ്റ്റാൾജി മുഴുവൻ കാർത്തിയിലേക്ക് ഒതുങ്ങുമ്പം ഇവന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇതാരെന്ന് അറിയത്തില്ല. അപ്പം ലിറിക്സ് എന്ന് പറഞ്ഞാൽ യാറോ നീ യാറോ. അപ്പൊ അത് ഭയങ്കര രസമാണ് അതൊക്കെ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ.